എല്ലാവർക്കും നമസ്കാരം. ഓണപ്പരിപാടിക്ക് ഉഷാറായില്ലേ? അപ്പൊ നമ്മള് ഓണ കമ്മിറ്റി പരിപാടിക്ക് ചെലവായ പൈസയും കിട്ടിയ പൈസയും വെളിപ്പെടുത്തുകയാണ്. സാക്ഷികൾ സെക്രട്ടറി അബു, പ്രസിഡന്റ് ഋതു, ചെയർമാൻ ഞാൻ സത്യനാഥൻ. അപ്പൊ ആദ്യമായി ഋതു. പൂക്കൾ വാങ്ങിയ വകയിൽ 3500 രൂപ പൂക്കൾക്കും വാങ്ങാൻ പോയതിന്റെ ചെലവ് 2500 രൂപയുമാണ്. പെട്രോളിന് 1000, ആകെ മൊത്തം 7000 രൂപയാണ് ചെലവായത്. അത് പിന്നെ പൂക്കള് വാങ്ങിക്കഴിഞ്ഞപ്പോ സമയം 4 മണി, വെറുംചോറ് കിട്ടാനില്ല, ഒടുക്കത്തെ വിശപ്പും. അപ്പൊ ഞങ്ങൾ എന്തായി, ചെലവ് കുറക്കാൻ വേണ്ടി ഭക്ഷണം ലഘുവാക്കി, മന്തിയും അൽഫാമും. അടുത്തതായി സെക്രട്ടറി അബു. ഓണസദ്യ ഒരാൾക്ക് 200 വെച്ച് 100 ആൾക്ക് 30,000. ഓണസദ്യ ഏൽപ്പിക്കാൻ പോയ ചെലവ് 3000. അങ്ങനെ ടോട്ടൽ ചെലവ് 33,000. ഡ്രസ് കോഡ് ഒരാൾക്ക് 350 വെച്ച് 100 പേർക്ക് 35,000. ഡ്രസ് കോഡ് കൊണ്ടുവരാൻ പോയ വകയിൽ 5000. ടോട്ടൽ 40,000. 700 വെച്ച് 100 ആളിൽ നിന്ന് 70,000 രൂപയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ചിലർ വരാത്തത് കാരണം അത് 66,500 രൂപയായി മാറി. അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടം 3500 രൂപ. അത് ഞങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. കണക്കുകളൊന്നും ശരിയാവുള്ള സെക്രട്ടറിയെ, ഉള്ളുടായിപ്പാണല്ലോ. എനിക്ക് ഞാനൊന്ന് പറയട്ടെ, പിന്നെ ഞാനൊന്ന് പറയട്ടെ, അല്ല ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് അല്ല അല്ല ഞാനൊന്ന് പറയട്ടെ. നിർത്തി. നന്ദി കെട്ട ഉലകമേ, 3500 രൂപ ഞങ്ങളെ കൈന്നിട്ടാ ഈ പരിപാടി ഉഷാറാക്കിയത്. നിങ്ങൾക്കറിയോ? എന്നിട്ട് കള്ളൻ എന്റെ ബൈക്കിന് 2 നേരം മൊട്ടേ, പക്ഷെ ഞാൻ ഒന്നേ മാറ്റുള്ളൂ, മറ്റേത് ഇപ്പോഴും മൊട്ടയാണ്. എന്നിട്ട് ഞാൻ കള്ളൻ അല്ലേ? ഇവർക്ക് രണ്ടാക്കും ഇടാൻ ഡ്രസ്സ് പോലും ഇല്ല. എന്നിട്ട് രണ്ടാളും രണ്ടുകൂടെ ഡ്രസ്സ് എടുത്തു. എന്നിട്ട് അവര് കള്ളൻ അല്ലേ? നന്ദി വേണോടാ, നന്ദി. ഈ പരിപാടി ഇത്ര ഉഷാറായി നടത്തിയിട്ട് ഇപ്പൊ കള്ളൻ അല്ലേ? ഞാൻ ഖേദിക്കുന്നു ഈ ചെയർമാൻ സീറ്റിൽ ഇരിക്കാൻ. യോഗം പിരിച്ചിട്ടിരിക്കുന്നു.